നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും ഉത്തരം നൽകിയെന്നും പ്രതികരണം. അയ്യപ്പനെ കളിയാക്കി പാടിയ കോൺഗ്രസ് ഇപ്പോൾ പാട്ട് ചുരുട്ടിക്കൂട്ടിയ അവസ്ഥയിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്തത്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ചോദിച്ചു. അതിന് മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നൽകിയ മറുപടി തൃപ്തികരമാണോ എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചില്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് വീണ്ടും വിളിപ്പിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് രോഷാകുലനായി. രാവിലെ മുതലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDFനെ ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ടെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. മറ്റുള്ളവരുടെ മേൽ പഴിചാരാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണെന്നും വിളിച്ച ഉടൻ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും സമ്മാനങ്ങൾ സ്വീകരിച്ചതുമായുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഉൾപ്പെടെ അടൂർ പ്രകാശിൽ നിന്ന് SIT ചോദിച്ചറിഞ്ഞെന്നാണ് വിവരം. നേരത്തെ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകും. ഉണ്ണികൃഷ്ണ പോറ്റി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നത് അടുത്ത ആഴ്ചയാകും. പൂർണ്ണമായി വിവരശേഖരണം നടത്തിയ ശേഷം വിളിച്ചു വരുത്താനാണ് തീരുമാനം. എന്നാൽ പ്രതിപട്ടികയിൽ ഇല്ലാത്ത സാക്ഷികളുടെ ചോദ്യം ചെയ്യൽ തുടരും. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ED വിശദമായി പരിശോധിച്ചു. 2017 മുതൽ 2025 വരെയുള്ള സാമ്പത്തിക ഇടപാടാണ് പരിശോധിച്ചത്. തിരുവനന്തപുരത്ത് അടക്കം ഭൂമികൾ വാങ്ങിയതിന്റെ വിശദാംശങ്ങളും EDക്ക് ലഭിച്ചു. പോറ്റിയുടെ 1.3 കോടി രൂപയുടെ ആസ്തി വകകൾ നേരത്തെ ED മരവിപ്പിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിൽ പ്രതികരിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വന്നിരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDFനെ ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ടെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മറ്റുള്ളവരുടെ മേൽ പഴിചാരാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിളിച്ച ഉടൻ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. 22 കൊല്ലം മുമ്പ് താൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് പോറ്റി എവിടെ കയറിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. SIT മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അക്കാലത്തെ കാര്യവും അന്വേഷിക്കട്ടെ. കഷ്ടമെന്നേ മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ. മുഖ്യമന്ത്രിയെ ഓർത്ത് സഹതിപ്പിക്കാനേ കഴിയുന്നുള്ളൂ. പോറ്റി ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ കയറിയത് 2007 എന്ന വിവരം SITക്ക് മുന്നിലുണ്ട്. അന്ന് ആരാണ് ദേവസ്വം മന്ത്രിയെന്നും KC വേണുഗോപാൽ ചോദിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി. SIT അന്വേഷണത്തെ പറ്റി ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ബോധ്യപ്പെടാത്ത ഒരാളേ ഉള്ളൂ. അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ദേവസ്വം മന്ത്രി ആയിപ്പോയതുകൊണ്ട് വാസവൻ രാജിവെക്കണമെന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷം പറയുന്നത്. ചോദ്യം ചെയ്തത് UDF കൺവീനറിനെയാണ്. സ്വർണ്ണക്കൊള്ള ആരംഭിച്ചത് മുതൽ കേൾക്കുന്ന പേരാണ് അടൂർ പ്രകാശ് MPയുടേതെന്നും മന്ത്രി പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വസതിയിൽ 2-ലധികം പ്രാവശ്യം സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ സാന്നിധ്യത്തിൽ എത്തിയിട്ടുണ്ട്. സമ്മാനങ്ങൾ കൈമാറിയതടക്കമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്രയധികം സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ എന്തിനാണ് പ്രതികൾ എത്തിയത്? 2 വട്ടം ഈ കാട്ടുകള്ളന്മാർ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി. ഈ അവസരത്തിൽ അടൂർ പ്രകാശും ഒപ്പമുണ്ടായിരുന്നു. വാസവൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ UDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള രാജി അടൂർ പ്രകാശിനോട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുമോ? കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ അയ്യപ്പൻ കൈകാര്യം ചെയ്തുകൊള്ളും. അടൂർ പ്രകാശ്, ആന്റണി എന്നിവർ ഈ കാട്ടുകള്ളന്മാർക്കൊപ്പം സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിയത് എന്തിനാണെന്ന വിവരം സോണിയാഗാന്ധിക്ക് അറിയാമല്ലോ. ചോദ്യം ചെയ്യേണ്ട ഈ വിവരം സോണിയാഗാന്ധിക്ക് അറിയാം. വിവരം ചോദിച്ചറിയുന്നതിനോട് ഒരു തെറ്റുമില്ല.
ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതി വിവരങ്ങൾ തേടുന്നതിൽ ഒരു തെറ്റുമില്ല. UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഈ അന്വേഷണത്തെ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം ആന്റണി MP തെരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ലെന്ന് തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ്. ആന്റോയ്ക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും വിവരം മീഡിയയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചു. തന്ത്രി കണ്ഠര് രാജീവർക്ക് സ്ഥാപനത്തിൽ നിക്ഷേപമില്ലെന്നും ഫിനാൻസ് ഉടമ NM രാജു വ്യക്തമാക്കി. ആന്റണി 2019 തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് പലതവണ വന്നിരുന്നു. പ്രചാരണത്തിന്റെ ഭാഗമായി 2 കോടി രൂപ പലിശയ്ക്ക് നൽകി. 2 മാസത്തിനകം പണം നൽകുമെന്നാണ് പറഞ്ഞത്. വർഷം 7 കഴിഞ്ഞിട്ടും പണം നൽകിയിട്ടില്ല. ഇതുവരെ 20 ലക്ഷം മാത്രമാണ് നൽകിയത്. ഈടൊന്നും നൽകാതെയാണ് പണം നൽകിയത് എന്നും NM രാജു വ്യക്തമാക്കി. നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 വർഷമായി ED അന്വേഷണം നേരിടുകയാണ്. തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിന്റെ 44 കോടി രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്. 100 കണക്കിന് നിക്ഷേപകരിൽ നിന്ന് കൈപ്പറ്റിയ തുക ഉപയോഗിച്ച് സ്ഥാപന ഉടമ NM രാജുവും കൂട്ടാളികളും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നും ED കണ്ടെത്തിയിരുന്നു. പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി ഒട്ടേറെ പോലീസ് കേസുകളാണ് ഈ സ്ഥാപനത്തിന്റെ തട്ടിപ്പിനെതിരുള്ളത്. 2014 മെയ് 7 സ്ഥാപന ഉടമ NM രാജു, ഭാര്യ ഗ്രേസ്, മക്കളായ അലൻ ജോർജ് എന്നിവർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2024 ജൂലൈ മുതൽ ഈ തട്ടിപ്പിൽ ED അന്വേഷണം തുടരുകയാണ്. ഇതിനിടെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര് രാജീവർക്ക് ഇവിടെ നിക്ഷേപമുണ്ടായിരുന്നു എന്ന ആരോപണം ഉയരുന്നത്. തന്ത്രി ഈ സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു എന്നും സ്ഥാപനം പൊട്ടിയപ്പോൾ അദ്ദേഹം പരാതി പോലും നൽകിയില്ലെന്നും ആയിരുന്നു ആരോപണം. ഇതിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച ഇവിടെ ED റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കേസിലെ പ്രതി ഉണ്ണികൃഷ്ണ പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തു എന്നതിന്റെ പേരിൽ നോട്ടീസ് അയക്കുന്ന അന്വേഷണ സംഘത്തിന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉണ്ണികൃഷ്ണ പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തവരാണോ ഈ കേസിലെ പ്രതികളെന്ന് രാഹുൽ ചോദിച്ചു. ഫോട്ടോ എടുത്തവർക്കൊക്കെ നോട്ടീസ് അയക്കാനാണ് SITയുടെ തീരുമാനമെങ്കിൽ ആദ്യം നോട്ടീസ് അയക്കേണ്ടത് ക്ലിഫ് ഹൗസിലേക്കാണെന്നും അദ്ദേഹം പരിഹസിച്ചു. 2019 മുതലാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതെന്ന് പറയപ്പെടുന്നു. അന്ന് മുതൽ അടൂർ പ്രകാശ് പ്രതിപക്ഷ MP മാത്രമാണ്. ഭരണകൂടം ആസൂത്രിതമായി നടത്തിയ ഒരു കൊള്ളയിൽ പ്രതിപക്ഷ MPക്ക് എന്ത് പങ്കാണുള്ളതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ കഴിയുന്നത്ര കഴിവ് കെട്ടവരാണോ ഈ ഭരണകൂടമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നു വരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയേക്കാൾ വലുതാകും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകുന്ന അടിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സ്തുതിപാഠകരായ മാധ്യമ പ്രവർത്തകരും എത്ര ഓവർടൈം ജോലി ചെയ്താലും സത്യം ജനം തിരിച്ചറിയുമെന്നും പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. you